ശബരിമലയിൽ വീഴ്ച ഉണ്ടായെന്ന് സമ്മതിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ. മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും നിസ്സംഗതയുടെ രാഷ്ട്രീയമാണ് പറയുന്നത്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ കുറ്റം പറയുകയല്ല വേണ്ടത്. അയ്യപ്പ സേവാ സംഘം ഉൾപ്പെട്ട സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം അനുവദിക്കണമെന്നും നിലയ്ക്കലിലെ ഭൂമി ഭക്തജനങ്ങൾക്കായി പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. BJP സംഘത്തിന്റെ നിലയ്ക്കൽ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ഇവരാരും ഒരു കാര്യം സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നെന്തുകൊണ്ട് പറയുന്നില്ല? ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു എന്നെന്തുകൊണ്ട് പറയുന്നില്ല? വീഴ്ച സംഭവിക്കുകയും ഞങ്ങൾക്കതിൽ ഖേദമുണ്ടെന്നും ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറയാനുള്ള മനുഷ്യത്വം എന്തുകൊണ്ട്, അല്ലെങ്കിൽ സാമാന്യ പൗരബോധം എന്തുകൊണ്ട് ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റില്ല, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്കില്ല? ഇപ്പം മുഖ്യമന്ത്രി എന്താ പറയുന്നത്? ഇവിടെ ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. പ്രശ്നം ആരോ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ്. പ്രശ്നം ഇത്രയെല്ലാം കണ്ടിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്ന ആ നിസ്സംഗതയുടെ രാഷ്ട്രീയമാണ് ഇവിടുത്തെ വാസ്തവത്തിൽ പ്രശ്നം. ഇവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതാണ്. ഏതാണ്ട് 300ഓളം ഏക്കർ വരുന്ന ഈ സ്ഥലത്തിലെ ഓരോ ഇഞ്ച് ഭൂമിയും പ്രയോജനപ്പെടുത്തണം. അങ്ങനെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും. എന്തുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ ഇവിടുത്തെ സേവന സന്നദ്ധ സംഘടനകളെ അനുവദിക്കുന്നില്ല? എന്തുകൊണ്ട് അയ്യപ്പ സേവാ സംഘത്തെ അനുവദിക്കുന്നില്ല? ഇതുപോലുള്ള നിരവധി ട്രസ്റ്റുകൾ, ശബരിമല അയ്യപ്പ സേവാ സമാജം പോലെയുള്ള ട്രസ്റ്റുകൾ കോടതിയെ സമീപിച്ചപ്പോൾ അന്നദാനം അനുവദിക്കില്ല എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്.